ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു സൂപ്പർ നേഴ്സറിയാണ്. ആ നഴ്സറിയിലെ കുറച്ച് വിശേഷങ്ങളാണേ. നമ്മുടെ അടിപൊളി റോസുകൾ ഇരിക്കുന്നുണ്ടോ? നല്ല കളർഫുള്ളായിട്ടുള്ള റോസാ ചെടികൾ കണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് റോസാ ചെടി. അതിൻ്റെ ആ പൂക്കളുടെ ആ ഭംഗി അത് തന്നെയില്ല, എല്ലാ ദിവസവും പൂക്കളാണ്. നോക്കിയേ, ഓരോ ചെടി നോക്കിക്കേ. ബട്ടൺ റോസ്, ഓർക്കിഡ് റോസ്, എല്ലാ ചെടികളും ഇവിടുത്തെ അഡീനിയം ചെടികൾ കണ്ടോ? അപ്പം നോക്കിയാൽ ഈ ചെടികൾ ഇപ്പം ഈ ചേച്ചിയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ചേച്ചി പൂക്കാനും വേണ്ടിയിട്ട് അഡീനിയം ചെടിയൊക്കെ ഒരു സ്പെഷ്യൽ വളങ്ങളൊക്കെ കൊടുക്കുവാണേ. അതെന്താണെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ആ ചേച്ചി, ഈ അഡീനിയത്തിന് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഡീനിയക്ക് ഇപ്പം നമ്മൾ പൂക്കാൻ ഇപ്പം ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ പൂക്കാണ്. നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അടീനും പൂക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി വളമണ്ണ് നമ്മൾ ചകിരിച്ചോറിനകത്ത് ഇത് നിറയ്ക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് മാത്രമേ നിറയ്ക്കുന്നുള്ളൂ. അതിന്റെ കൂടെ ചിലപ്പോൾ ചിലവരാണെങ്കിൽ പാറ്റംബോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1-2 തരിവിധ എടുത്തുള്ളൂ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പം ഇത് എടുത്തപ്പോൾ നോക്കിയിട്ടുണ്ട്, അതിനകത്ത് പാറ്റംബോസ് ഉണ്ട്, 1-2 ഉണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്തതിന്റെ അതിൽ മാറിയിട്ട് നമ്മുടെ അടുത്ത് മുട്ടും പൂവും വരാൻ വേണ്ടിയിട്ട് അടുത്ത വളം നമ്മൾ ചേർക്കുകയാണ്. ഇതിന് മിറാക്കിൾ 20 നമ്മൾ യൂസ് ചെയ്യുന്നത് പൂക്കാൻ വേണ്ടിട്ട്. അത് 15 ദിവസം കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ മിറാക്കിൾ 20 വരെ അല്ല, നമ്മുടെ അടിവളം ഇട്ട് കൊടുത്തെങ്കിൽ നല്ലപോലെ തഴച്ച് വളരുകയും അതിന് നല്ല ഇലകളും പൂക്കളും ഒക്കെ വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോട്ടി മിക്സ് എല്ലാം മിക്സ് ചെയ്ത വളങ്ങൾ അതിനകത്ത് കൊടുക്കുക പൂക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചെയ്തിട്ട് ഇപ്പം 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലുള്ള സമയത്ത് ഇതിന് ഇലകൾ വരത്തുള്ളൂ. ഞങ്ങൾ കട്ട് ചെയ്തിപ്പം സാപ്പ് തടിച്ച് വെച്ചേക്കും. സാപ്പ് തടിച്ച് വെച്ചേക്കും. അത് കഴിയുമ്പം 1-2 മാസം കഴിയുമ്പോഴത്തേക്കിന് നല്ല വെയിൽ വന്നെങ്കിൽ ഇതിന് പൂക്കളും കായ്കളും അതിൻ്റെ ഇലകളും ഒക്കെ നല്ല പുഷ്ടിയായിട്ട് വരത്തുള്ളൂ. ഓക്കെ. ഈ അഡീനിയത്തിൻ്റെ ഇത് ഒത്തിരി നമ്മൾ ഈ ബ്രാഞ്ചുകൾ ഒരുപാട് വരുമ്പം ഇല ഒത്തിരി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കാൻ ചിലപ്പോൾ താമസം വരും. അതുകൊണ്ട് അഥവാ പൂത്ത് കൊഴിഞ്ഞതായിരിക്കും ചിലപ്പോൾ വരുന്നത്. അന്നേരം ഇത് ഇങ്ങനെ മുളയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇത് കുറച്ച് കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിനകത്ത് ഇത് മുള വന്നതുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യേണ്ട. അല്ലാത്ത കട്ട് ചെയ്തതിന് വെച്ച് അതായത് സാഫ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് സാഫ് അതിങ്ങനെ ഇച്ചിരി അതിൻ്റെ മോളി തോച്ച് കൊടുത്താൽ മതി. അത് അടുത്ത മുള വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പങ്കലൊന്നും വരാതെ, പങ്കൽ വരാതിരിക്കാനും അടുത്ത ഇല പൊട്ടി മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചേച്ചി, നമ്മൾ ഈ മിക്സിനകത്ത് എന്താ ഇട്ടേക്കുന്നത്? അതിന്റെ ചേരുവ എന്തൊക്കെയാ? ചേരുവ പറഞ്ഞാൽ മിക്സിനകത്ത് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, ശകലം വേപ്പിൻ പിണ്ണാക്കും, ചിലപ്പം കോഴിക്കാട്ടം കാണും, അതൊക്കെ ഇട്ട് മിക്സ് ആക്കിയാൽ ചിലപ്പോൾ കോഴിക്കാട്ടമൊന്നുമില്ല, നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതലിടുന്നത്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടാ കൂടുതൽ മിക്സാക്കി ഇട്ട് തരുന്നത്. പിന്നെ അഥവാ ചാണകപ്പൊടി ഇല്ലാത്ത സമയത്ത് ഇവിടെ നമ്മൾ വേറെ മറ്റു ഇത് കോഴിക്കാട്ടും ഒക്കെ യൂസ് ചെയ്ത് ഇടുന്നത്. ഇത്രയും ഇതിന്റെ ചേരുവ. പിന്നെ 18 നമ്മുടെ പൂക്ക നല്ലപോലെ പൂ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതിന്റെ പുറത്ത് നമ്മൾ ഒന്നും കൂടെ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ 18 ഒരു ശകലം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ പോട്ടി മിക്സ് എല്ലാം കൂടെ വളം അതിൻ്റെ മണ്ണിൻ്റെ മേളിലിട്ട് ആ വളത്തിൻ്റെ മേളിലിട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടോ ചേച്ചി, അതുപോലുള്ള മിക്സ് ഇതിലേക്ക് നിറയ്ക്കുവാണ്. നല്ലവണ്ണം പൂക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുവളമാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കൂട്ടുവളം. നിറച്ച് കഴിയുമ്പോൾ ശകലം വെള്ളം ഒഴിച്ച് വേണം നമ്മൾ വെക്കേണ്ടത്. നിറച്ച് വളവിട്ട് കഴിയുമ്പോൾ ശകലം വെള്ളം അതിൻ്റെ ചെടിയിൽ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുന്നത്? പിന്നെ നമ്മൾ ഇത് ഇപ്പം വെള്ളം കൊടുത്തു, നാളെ ആണെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞ് തളിച്ചു കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇത്തിരി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ചെടിയൊക്കെ അഴുകിപ്പോ. ഓക്കെ, താങ്ക് യു. അതാണ് ഇവിടെ അഡീനിയത്തിന് വേണ്ടി കണ്ടോ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിന് കൂട്ടുവളമൊക്കെ ഇട്ട് അതിനെ നല്ല വെയിലത്ത് തന്നെ വെക്കുവാണ് പൂക്കളാകാൻ വേണ്ടി. ഇപ്പം നല്ല പൂവാകും അപ്പോഴത്തേക്ക്. നല്ല റോസ് ഇരിക്കുന്ന കേട്ടോ.
റോസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാം. ഓക്കെ.